ഈ അടുത്ത കാലത്ത് കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തിന് മുമ്പിൽ നമ്മളിങ്ങനെ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. നൂറുകണക്കിന് ആളുകളാണ് മണ്ണിൽ പുതഞ്ഞും വെള്ളത്തിലൊലിച്ചും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയൊക്കെ മരിച്ചു കിടക്കുന്നത്. തങ്ങളുടെ ബന്ധുക്കളെ നോക്കി, തങ്ങളുടെ പേരക്കിടാങ്ങളെ നോക്കി, തങ്ങളുടെ മക്കളെ നോക്കി, അച്ഛനെ നോക്കി, അമ്മയെ നോക്കി, ഇനി എവിടേക്ക് ഓടണമെന്നറിയാതെ ഒരുപാട് ആളുകൾ മുകളിലേക്ക് കണ്ണും നട്ട് നിൽക്കുകയാണ്. എല്ലാവരും രക്ഷാപ്രവർത്തനത്തിന് എത്തുന്നുണ്ട്. പക്ഷെ മനുഷ്യർക്ക് അവരുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നതിനപ്പുറത്താണ് ഓരോ പ്രകൃതി ദുരന്തങ്ങളും വരുത്തിവെക്കുന്ന വലിയ വിന എന്ന് നമ്മൾ ഒരിക്കൽ കൂടി തിരിച്ചറിയുകയാണ്. ഉരുൾപൊട്ടലിൻ്റെയും സുനാമിയുടെയും അതുപോലെ തന്നെ ഭൂമി കുലുക്കത്തിൻ്റെയും ഒക്കെ മുന്നിൽ നമ്മൾ മനുഷ്യരെത്ര അശക്തരാണ് എന്ന് നമ്മൾ ഒരിക്കൽ കൂടി കാണുകയാണ്. ആർമിയും അതുപോലെ തന്നെ രക്ഷാദൗത്യത്തിന് വേണ്ടി ഒരുപാട് ആളുകൾ വന്നിട്ടും പലരെയും മണ്ണിനടിയിൽ നിന്ന് എടുത്ത് വലിച്ചു കയറ്റാൻ കഴിയാത്ത അവസ്ഥ. വയനാട്ടിലെ മുണ്ടക്കൈ എന്ന് പറയുന്ന ഗ്രാമം പൂർണ്ണമായിട്ടും ഒറ്റപ്പെട്ട് ഒലിച്ചു പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയാണ്. അതുപോലെ തന്നെ അട്ടമലയും ചൂരൽമലയും ഒക്കെ ഒരുപാട് മനുഷ്യരുടെ വേദനകൾക്കും കണ്ണീരിനുമുള്ള ഒരു കാഴ്ചയായി മാറുകയാണ്. എങ്ങനെയാണ് ഇവരെ എല്ലാവരെയും നമ്മൾ രക്ഷിക്കുക? എങ്ങനെയാണ് ഇവരെ എല്ലാവരെയും നമ്മൾ സഹായിക്കുക? ഓരോരുത്തരും ഇതിനെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. കേരളവും കേരളത്തിന് പുറത്തും ലോക സമൂഹം മുഴുവനും ഈ മലയാളികളായ വയനാട്ടുകാരായ ആളുകൾക്ക് വേണ്ടിയിട്ട് പണം സമ്പാദിക്കുന്നു, അവർക്ക് വേണ്ടി വസ്ത്രം സ്വരൂപിക്കുന്നു, ഭക്ഷണങ്ങൾ അയച്ചു കൊടുക്കുന്നു. ഓരോരുത്തരും ഇതിനു വേണ്ടിയുള്ള രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് എന്താണ്? ഇതുപോലെ വയനാട്ടിലും മറ്റെവിടെയും ഭൂമി കുലുക്കങ്ങളോ അതുപോലെ തന്നെ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകുമ്പോൾ അവരെ ചേർത്ത് പിടിക്കാനുള്ളൊരു മനസ്സ് മനുഷ്യൻ എപ്പോഴും ഉണ്ടാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഭക്ഷണം നൽകിയും വെള്ളം നൽകിയും പണം നൽകിയും ഒക്കെ നമുക്ക് അവരോടൊപ്പം നിൽക്കാം. ഇതിനൊന്നും നമുക്ക് കഴിയുന്നില്ലെങ്കിൽ പ്രാർത്ഥന കൊണ്ടും അവർക്ക് വേണ്ടിയുള്ള, അവിടെ മരിച്ച ആളുകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കണ്ണീർ തുള്ളി കൊണ്ടെങ്കിലും അവരോടൊപ്പം നിൽക്കാൻ നമ്മൾ ഓരോരുത്തർക്കും കഴിയണം എന്നത് ഏറ്റവും പ്രധാനമാണ്. ഓരോ വാർത്തകൾ ഇങ്ങനെ കടന്നു വരികയാണ്. ഇന്നലെ നമ്മൾ കണ്ടു 75 വയസ്സ് കഴിഞ്ഞ ഒരു വാർദ്ധക്യം ഏകദേശം അതിൻ്റെ അവസാനത്തിലേക്ക്, തൻ്റെ ജീവിതത്തിലെ വളരെ കുറച്ച് കാലങ്ങൾ മാത്രമേ ഉണ്ടാകൂ എന്ന് ഉറപ്പുള്ള ഒരു വല്യപ്പ തൻ്റെ മകന് വേണ്ടിയിട്ട് കരയുകയാണ്. തൻ്റെ കുട്ടി എവിടെ എന്ന് ചോദിച്ച് കരയുകയാണ്. ചെറിയ കുഞ്ഞിന് വേണ്ടിയാണ് കരയുന്നത്. ഒരച്ഛൻ തൻ്റെ മകൾ ഒലിച്ചു പോകുന്നത് ഞാൻ കണ്ണുകൊണ്ട് കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് മീഡിയയുടെ മുന്നിൽ വന്ന് കരയുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇത് ഓരോരുത്തരിലേക്കും വരാവുന്ന കാഴ്ചകളാണ്. ഒരു പ്രകൃതി ദുരന്തം കേവലം ഇപ്പം നമ്മൾ കണ്ടതുപോലെ ചൂരൽമലയിലോ അല്ലെങ്കിൽ മുണ്ടക്കയിലോ ഉള്ള ഉരുൾപൊട്ടൽ പോലെ അതിനേക്കാളൊക്കെ വ്യത്യസ്തമായ രൂപത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ നമ്മളെ തേടി വരാം. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവന് വേണ്ടിയിട്ടുള്ള ആലോചനകളിൽ നമ്മളുടെ ചിന്തകൾ കൊണ്ടുപോകാനും നമുക്ക് ഓരോരുത്തർക്കും കഴിയണമെന്നതാണ്. ഇതിനപ്പുറത്ത് ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ മറ്റൊരു പാഠം നമുക്ക് നൽകുന്നുണ്ട്. ആ പാഠം എന്താണ്? നമ്മൾ ഓരോ പരീക്ഷകൾ എഴുതുമ്പോഴും നമ്മൾ ഓരോ എക്സാമുകൾ അറ്റൻഡ് ചെയ്യുമ്പോഴും പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മുന്നിൽ വരാറുണ്ട്. അതിന് മാർക്കിന് വേണ്ടി നമ്മൾ ആ പരീക്ഷകൾ, ആ പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ച്, അവിടെ ഉണ്ടാകുന്ന മിറ്റിഗേഷൻ സ്ട്രാറ്റജികളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. പക്ഷേ ഇത് കേവലം ഒരു പരീക്ഷാ ചോദ്യപേപ്പറിനപ്പുറത്തേക്ക് നമ്മളിൽ ഓരോരുത്തരിലേക്കും ഈ പ്രകൃതി വരേണ്ട ഒരു കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ്. ഒരുപാട് കമ്മിറ്റികളുടെ റിപ്പോർട്ട് നമ്മുടെ മുന്നിൽ വന്നിട്ടും നമ്മൾ പലതും പഠിക്കുന്നില്ല എന്നതാണ്. മനുഷ്യൻ ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾ ഓരോന്നിൻ്റെയും മുന്നിൽ മനുഷ്യൻ ഇങ്ങനെ ഒരു പ്രഹേളികയായി, ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. എങ്ങനെയാണ് ഇതിനെ തടയിടാൻ കഴിയുക? എങ്ങനെയാണ് ഈ പ്രകൃതി ദുരന്തങ്ങൾക്കൊരു തടസ്സം സൃഷ്ടിക്കാൻ മനുഷ്യന് കഴിയുക? പലതരത്തിലുള്ള സ്ട്രാറ്റജികൾ നമ്മൾ ബിൽഡ് ചെയ്തു. പക്ഷെ വെള്ളമോ അതല്ലെങ്കിൽ കാറ്റോ ഒക്കെ അതിശക്തമായി വരുമ്പോൾ ആ വെള്ളം തീരുമാനിക്കുന്നിടത്തേക്കാണ് അല്ലെങ്കിൽ ആ കാറ്റ് തീരുമാനിക്കുന്നിടത്തേക്കാണ് നമ്മളെ അത് കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് പ്രകൃതിയെക്കുറിച്ച് നമ്മൾ ചോദ്യപേപ്പറുകൾക്കപ്പുറത്ത് നമ്മളുടെ ജീവിതത്തിൽ പ്രകൃതി ഉണ്ടാവണം എന്ന് ഞാൻ പറയുന്നത്. നമ്മൾ ഓരോരുത്തരും ഓരോ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്. എങ്ങനെയാണ് ഈ എൻവിയോൺമെൻറ്റിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്? ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവിയോൺമെൻറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ നെറ്റ് പരീക്ഷയ്ക്ക് പോലും നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു പോകുന്നുണ്ട്. പക്ഷേ ഈ പഠനങ്ങളെല്ലാം പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിനെക്കുറിച്ച്,
പ്രകൃതിയെ കാത്തുരക്ഷിക്കേണ്ടതിനെക്കുറിച്ച്, ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് നമ്മൾ പഠിക്കുമ്പോൾ അതൊന്നും ഒരുപക്ഷെ നമ്മളുടെ പ്രവൃത്തിയിലേക്ക്, നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. എന്തായാലും വയനാട്ടിലെ ഈ വേദനിപ്പിക്കുന്ന കാഴ്ചയുടെ മുന്നിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അവിടെ മരിച്ചുപോയ, അല്ലെങ്കിൽ അവിടെ മക്കളെ തേടുന്ന, അല്ലെങ്കിൽ അവിടെ അച്ഛനെ തേടുന്ന ഒരുപാട് ആളുകളുടെ വേദനകളാണ് ഓരോ ദിവസവും വാർത്താ ചാനലുകളിലേക്കും അതുപോലെ തന്നെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഓരോ നമ്പറുകളിലേക്കും വിളിക്കുന്ന ആളുകളാണ്. അവരോടൊപ്പം കൂടെ നിൽക്കാൻ ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. അതിനപ്പുറം ഇനിയുള്ള നമ്മുടെ ജീവിതത്തിൽ ഈ പ്രകൃതി നമ്മളുടെ ജീവിതത്തിലേക്ക് തന്നെ കടന്നു വരേണ്ടതുണ്ട്. കേവലം ചോദ്യപേപ്പറുകൾക്കും ഉത്തരക്കടലാസുകൾക്കും അപ്പുറത്തേക്ക് പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ചുള്ള ഒരറിവും അതിനു വേണ്ടിയിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങളെ തടയാനുള്ള, അല്ലെങ്കിൽ പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള ഒരു ബോധം നമ്മൾ ഓരോരുത്തരിലും ഉണ്ടാവണം എന്നത് ഏറ്റവും പ്രധാനമാണ്. വയനാട്ടിൽ മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് താങ്ക് യു.